നമസ്കാരം. മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ചെമ്മാട് PM ശ്രീ പദ്ധതിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം. പിണറായി സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ ചെമ്മാട് തിരൂരങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് RSS കുയിലൂത്ത് നടത്തിയ ഇടതു സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധാഗ്നി എന്ന പേരിൽ ചെമ്മാട്ട് തീകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന്റെ ദൃശ്യങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി തിരൂരങ്ങാടി ജനറൽ സെക്രട്ടറി K മുഈനുൽ ഇസ്ലാമിന്റെ പ്രസംഗത്തിന്റെ ഭാഗവും മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുസ്തകമെല്ലാം RSSന്റെ അജണ്ടയാക്കാൻ നിങ്ങൾക്കെതിരെ ഉയരുന്നു. യൂത്ത് ലീഗിൻ പ്രതിഷേധം. യൂത്ത് ലീഗ് സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? MA ബേബി പറഞ്ഞിട്ടോ CPI കരഞ്ഞിട്ടോ RSSin PM കേരള സർക്കാർ ഒപ്പുവെച്ചു. നാണമുണ്ടോ ഇടതന്മാരെ? പിണറായിയുടെ സർക്കാരെ, കള്ളന്മാരുടെ സർക്കാരെ. യൂത്ത് ലീഗ് സിന്ദാബാദ്. യൂത്ത് ലീഗിൻ പ്രതിഷേധം. പ്രിയപ്പെട്ട പിണറായി സർക്കാരും പിണറായി നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്നുള്ള ഏറ്റവും വലിയ ഒരു മഹാവിപത്തിനെ കേരളത്തിന്റെ മണ്ണിലേക്ക് ആനയിക്കുന്ന പരിപാടിയാണ് ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പേരിൽ ഈ PM ശ്രീ പദ്ധതി 2022 നടപ്പിലാക്കുകയും ഇതുവരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വിസമ്മതിക്കുകയും ചെയ്തത് നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് സർക്കാർ എന്ത് വില കൊടുത്തും ഇത് നടപ്പിലാക്കില്ല എന്നും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയാണെന്നുള്ളതും നമുക്കറിയാം. അങ്ങനെയുള്ള ഈ RSSന്റെ അജണ്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ഈ PM ശ്രീ പദ്ധതിയിലാണ് ഇടതുപക്ഷ മതേതര സർക്കാർ എന്ന് പറയുന്ന ഈ ഇടത് കപട ഫാസിസ്റ്റ് മുന്നണി ഒപ്പുവെച്ചിട്ടുള്ളത്. നാളെ മുതൽ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നമുക്കറിയാം, കേന്ദ്രം വികലമാക്കിയ വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇനി ഈ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചരിത്രം, നമ്മുടെ ഇന്ത്യ ചരിത്രവും നമ്മുടെ സ്വതന്ത്ര സമര ചരിത്രവും നമ്മുടെ സാംസ്കാരിക ചരിത്രവും നമ്മുടെ വൈവിധ്യങ്ങളും ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. വികലമായ ചരിത്ര രചനയിലാണ്. അതാണ് CBSE സ്കൂളുകൾ വഴി NCERT സിലബസ് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേരളം അത് തടഞ്ഞു വെച്ചു. ഇവിടെ ഒരു മതേതര മുന്നണിയാണുള്ളത്. ഇവിടെയുള്ള കേരളത്തിന്റെ മതേതര മനസ്സിനെ ഭയന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇതുവരെ അത് തടഞ്ഞു വെച്ചു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും അല്ലെങ്കിൽ RSSന്റെയും CPMന്റെയും കപട നാടകം വഴി അല്ലെങ്കിൽ അന്തർലീനമായ ഒരു കരാർ വഴി ഈ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതെല്ലാം കാലഘട്ടത്തിൽ CPM ഈ ഇടതുപക്ഷ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ അപ്പോഴെല്ലാം BJPയെ കൂട്ടുപിടിച്ച് അതിനെ മറികടക്കുന്ന ഒരു സമീപനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാം. ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമായ അയ്യപ്പന്റെ സ്വർണം സൂക്ഷിക്കുക എന്നുള്ള
ആ കാര്യം മറികടന്നുകൊണ്ട് ഭരണക്കാരുടെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുകയും ഇപ്പോൾ ആ വിഷയം മറച്ചു അതിൽ അന്വേഷണം വന്ന് അത് മന്ത്രി ഓഫീസിലേക്ക് എത്തും എന്നായപ്പോൾ പുതിയ ഒരു വിവാദത്തിനും അതുവഴി കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ കാവി പുതച്ച വർഗീയത കൊണ്ടുവരുവാനുമാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.